Prince and Family. Directed by Bindo Stephen. Produced by Liston Stephen. Bindo Stephen അപ്പോൾ ആരുടെ ബ്രദറാ അറിഞ്ഞൂടാ. മാജിക് ഫ്രെയിംസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ. റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ്. ജനഗണമന, ക്വീൻ തുടങ്ങിയ ഗംഭീര പടങ്ങളും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ അതിഗംഭീര മറ്റൊരു സിനിമയും എടുത്ത മച്ചാൻ. എന്ത് പറ്റി മച്ചാനെ? ഡിജോ ചേട്ടനായിട്ട് പടക്കത്തില്ലേ ആ പടത്തിന് ശേഷം? സാറിന് പുള്ളിൻ്റെ പടത്തിലല്ലേ വർക്ക് ചെയ്യാറുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ. ഷാരിസ് മുഹമ്മദ്, സനൽ ദേവ് മ്യൂസീഷ്യൻ. നല്ല കുറച്ച് സാധനങ്ങളുണ്ട്. ആ ടീസറിൽ കേട്ട സാധനമൊക്കെ പടത്തിൽ നല്ലോണം ബ്ലെൻഡായി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മ്യൂസിക് റെനാദൈവ്. സിനിമാറ്റോഗ്രാഫി കുഴപ്പമില്ല. എഡിറ്റഡ് ബൈ സാഗർ ദാസ്. പറയാം. ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് പന്തളം. എക്സിക്യൂട്ടീവ് ഇൻ ചാർജ് ഓഫ് പ്രൊഡക്ഷൻ അഖിൽ യശോധരൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഏതാണെന്ന് എനിക്ക് അത്ര ക്ലിയർ നോളജ് ഇല്ല. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, കുറച്ചേ ഉള്ളൂ. ജോണി ആൻ്റണി, സിദ്ദിഖിക്ക, ബിന്ദു പണിക്കർ, മഞ്ജു ചേച്ചി. ഈ പടത്തിൽ ആയക്കൂടി നന്നായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് മഞ്ജു ചേച്ചി മാത്രമാണ്. വിനീത് തട്ടിലൊരു പോലീസുകാരൻ്റെ കഥാപാത്രം കുറച്ച് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരുടെ ഉള്ളത്? പിന്നെ ഉർവശി ചേച്ചി, അതുകൊണ്ട് അവസാനം ക്ലൈമാക്സ് പോർഷനിൽ വന്ന പുള്ളിക്കാരിൻ്റെ ചെറിയൊരു സ്പീച്ച് സാധനമുണ്ട്, കിടില. ജോസ് കുട്ടി ജേക്കബ് പുതിയ മച്ചാനാണെന്ന് തോന്നുന്നു. ഞാനിതൊരു കണ്ടിട്ടുണ്ടോ? ഏതൊക്കെയോ സിനിമയിലോ സീരീസിലോ എവിടെയൊക്കെയോ ആയിട്ട് മച്ചാനെ കണ്ടിട്ടുണ്ട്. ജോസ് കുട്ടി ജേക്കബ് ഇവർ 3 മക്കളാണ്. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, ഈ പറഞ്ഞ മച്ചാൻ. പിന്നെ അശ്വിൻ ജോസ് ഉണ്ട്, ചെറിയ റോള്, വലുതായിട്ടൊന്നുമില്ല. എന്ത് പറയണോടെ ഞാൻ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേഴ്സണലി തോന്നിയത് പടം എനിക്ക് ഒട്ടും വർക്കായില്ല. ഭയങ്കര ലാഗ് അടിപ്പിച്ചു, ഇരുത്തി വെറുപ്പിച്ചു എന്ന് പറയണമായിരിക്കും ശരി. ഇതിൻ്റെ മെയിൻ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആരുടേത്? എൻ്റെ ഞാൻ കൂടുതൽ പറയാനുള്ള വെറുപ്പിക്കൽ പ്രോ മാക്സ്. പുള്ളിക്കാരി ഒരു ബ്ലോഗറാണ്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അതിൻ്റേതായ പശ്ചാത്തലത്തിൽ വെറുപ്പിക്കൽ പ്രോ മാക്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയില്ല. ഇവർ സ്റ്റോറിയൊക്കെ പക്ക പ്രഡിക്റ്റബിൾ. അത് പിന്നെ ഫാമിലി പടങ്ങളിൽ പോട്ടെ, ഓരോ സീൻ ബൈ സീൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയാണ്, പല ഫാമിലി പടങ്ങളും നമുക്ക് അങ്ങനെയാണ്. പക്ഷേ ഇതൊരുമായി സെക്കൻഡ് ഹാഫൊക്കെ ഇരുത്തി വെറുപ്പിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലൈമാക്സ് പോർഷനിലാണ്. ആൻഡ് ദിലീപേട്ടൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്. പുള്ളീൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ നടൻ ഉണ്ടടേ. ഇപ്പോൾ അതൊന്നും എവിടെയും പോയില്ല. ആ തിരി ഇതുവരെ അണഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി ശ്രമിക്കുന്നുണ്ട്, എന്നാലൊന്നും വരുന്നില്ല. എനിക്ക് പുള്ളിയുടെ അടുത്ത് പറയാനുള്ളത്, ഓൾ ഐ നീഡ് ടു സേസ് നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ആൻഡ് തരുൺ മൂർത്തി ബ്രോ, നിങ്ങൾക്ക് ഭാവിയിൽ കഴിയുമാണെങ്കിൽ പുള്ളീനെ വെച്ചൊരു പടം പിടിക്കുക. തരുൺ മൂർത്തി മികച്ച നല്ല ഡയറക്ടേഴ്സിൻ്റെ എല്ലായിടത്തോളം ഞാൻ അടുത്ത് പറയുന്നത്. പുതുമുഖ സംവിധായകന്മാരാണെങ്കിലും നല്ല കഥകൾ പുള്ളീൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കുക. പുള്ളീനെ തിരിച്ച് നമുക്ക് മലയാള സിനിമയിൽ വേണോടെ. ഈ സിനിമയിൽ തുടക്കത്തിൽ പുള്ളീൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് കാണിച്ചു. ടൈറ്റിൽ കാർഡല്ല, അത് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ മറ്റേ മാസം ടൈറ്റിൽ കാർഡ് അതൊന്നുമല്ല. ഭയങ്കര ഫീല് മ്യൂസിക്കൊക്കെ ഇട്ട് പുള്ളീൻ്റെ കുറേ പഴയ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട്, ഇത് ഇങ്ങനെ 150ാമത്തെ പടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ഒരു മ്യൂസിക്കിൽ അങ്ങനെ പഴയ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും കൂടി നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കേണ്ട ഒരു നടനല്ലടേ. അത് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ 2K കിഡ്സിൽ ലാലേട്ടൻ വലിയ സംഭവമാണെങ്കിൽ പോലും അവരുടെ ചെറുപ്പകാലങ്ങൾ അതിമനോഹരമാക്കിയ ഒരു നടനാണത്. ഏതൊരു ക്യാരക്ടറും, എന്ത് ടൈപ്പ് ഓഫ് പടത്തിലെ ഏതൊരു ക്യാരക്ടറും നമുക്ക് സിമ്പിളായിട്ട് കൺവിൻസ് ചെയ്ത് തരാൻ ഇങ്ങനെ പോലെ വേറൊരു നടനില്ല. പല നടന്മാരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷേ ദിലീപിൻ്റെ ഒരു സെറ്റ് ഓഫ് പടങ്ങൾ നമ്മൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. CID മൂസ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലത്തെ കളിയും ചിരിയും തമാശ, മറ്റേ കൊട വിരിച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടി ഇലക്ട്രിക് കമ്പി ഷോക്ക് അടിച്ച് കിടക്കുന്നത്, മറ്റേ സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് മറ്റേ
ബെഡൊക്കെ വെച്ചുകൊണ്ട് ഹരീഷ് രേഷമൻ ചേട്ടൻ ചാടുന്നത്, അതുപോലെ മറ്റേ കാടിറങ്ങി ഓടി എന്ന് പറഞ്ഞ പാട്ട് ഫുള്ളൊരു ടോം ആൻഡ് ജെറി കളി, പറക്കും തളിക പോലത്തെ സിനിമകളാണെങ്കിലും, തിളക്കം പോലത്തെ സിനിമകളാണെങ്കിലും, വെട്ടം, മീശമാധവൻ, റൺവേ പോലത്തെ മാസ്മരിക പടങ്ങളാണെങ്കിലും എല്ലാ രീതിയിലുള്ള കഥാപാത്രങ്ങളും നമുക്ക് പുള്ളി എത്തിച്ചേരുന്ന പുള്ളിയുടെ ഒരു വേ ഓഫ് എക്സിക്യൂഷൻ ഉണ്ട് ഓരോ കഥാപാത്രങ്ങളിലെയും. അത്രത്തോളം കൺവിൻസ് ചെയ്യുന്നൊരു നടൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണാൻ എനിക്കറിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണാം. ഇനി ഞാൻ ഒട്ടും എൻജോയ് ചെയ്തില്ല. ആൻഡ് ആ മെയിൻ ഫീമെയിൽ ലീഡ്, പുള്ളിക്കാരൻ്റെ പേര് പോലും എനിക്ക് എടുത്ത് നോക്കണം എന്ന് പോലും ഇല്ല. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു. സിദ്ദിഖിക്കായാലും ബിന്ദു പണിക്കർ ചേച്ചിയാണെങ്കിലും ജോണി ചേട്ടനാണെങ്കിലും ഇവരൊക്കെ അറ്റ് സം പോയിന്റ്സ് അവരുടെ ചില സംഭവങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ ലെവലിലും ചില കോമഡിൻ്റെ ആണെങ്കിലും. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ആകെ മഞ്ജു ചേച്ചിയും ഉർവശി ചേച്ചിയുമാണ് എന്തെങ്കിലും പടത്തിന് വേണ്ടി നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾ സിനിമ പോയി കാണുക, എന്നിട്ട് നിങ്ങളങ്ങ് തീരുമാനിക്കുക. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറയില്ല. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എനിക്ക് പേഴ്സണലി വർക്കായിരുന്നേ ഉള്ളൂ. ബബബ വരുന്നുണ്ട്, ബബബ ഉണ്ടോ ഒക്കെ. ഇനി ഇങ്ങനെ ഓരോ സിനിമയ്ക്കുള്ള വെയിറ്റിംഗ് ആണ്. എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ജീവൻ ഒടുങ്ങുന്നവരെ എത്രത്തോളം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. പക്ഷെ നല്ലൊരു സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പുള്ളീൻ്റെ. കാരണം അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഞാനും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു 2-3 പേരുണ്ട്. നമ്മൾ എപ്പം മീറ്റ് ചെയ്തിട്ട് എന്ത് സിനിമ ഡിസ്കഷൻ വന്നാലും അവസാനം ദിലീപിലേ കൊണ്ടെത്തുള്ളൂ. ചുമ്മാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഹോൾ വഴി പാസ് ചെയ്യുമ്പോൾ ദിലീപ് പടം ഉണ്ടെങ്കിൽ അതിരുന്ന് കണ്ട് തീർത്തിട്ട് ഇറങ്ങുന്ന സെറ്റ് ഓഫ് പിള്ളേരാണ് ഞങ്ങൾ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ സിനിമ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക, എല്ലാവരും പറയുക. നല്ലതാണെങ്കിൽ കയറിപ്പോട്ടെ. എനിക്ക് പേഴ്സണലി വർക്കായില്ലെന്ന് വെച്ചാൽ ഒരു സിനിമയും ഹിറ്റ് അടിച്ചു വിടാനൊന്നുമില്ല. എല്ലാവരും കണ്ടിട്ട് തീരുമാനിക്കുക. ബൈ ബൈ.